ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയും ചൈനയും ഒരേ കാലത്ത് തുടങ്ങിയതാണെങ്കിലും ചൈന ലോകത്ത് അതിശക്തമായ രാജ്യങ്ങളിൽ ഒന്നായി മാറിയത് എന്തുകൊണ്ട്? ചൈന കുറഞ്ഞത് 50 വർഷം മുന്നിലാണ്. ഇത് വെറും രാജ്യങ്ങളുടെ ഒരു മത്സരമല്ല, രണ്ട് ചിന്താഗതികളുടെ ഒരു കഥ തന്നെയാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. 1949 ചൈന പുതിയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് കടന്നു. രണ്ടും ദാരിദ്ര്യത്തിലായിരുന്നു രാജ്യങ്ങൾ. ജനസംഖ്യ വലുത് തന്നെയാണ് രണ്ടുപേർക്കും. വിഭവങ്ങൾ പരിമിതം. ലോകം കരുതിയത് ഇന്ത്യയും ചൈനയും ഒരേ രീതിയിൽ തന്നെ വളരുമെന്നാണ്. പക്ഷേ ചരിത്രം മറ്റൊരു വഴിയിലേക്ക് തന്നെയാണ് പോയത്. 1970 കാലത്ത് ഇന്ത്യ സ്ലോ ഡെമോക്രസി മോഡൽ സ്വീകരിച്ച് ചൈന അതേസമയം ഒരു വലിയ തീരുമാനമെടുത്തത് അവർ ആദ്യം വികസനം പിന്നീട് വിമർശനം എന്ന രീതിയായിരുന്നു. അതാണ് അവരുടെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ചൈന ലോങ് ടൈം പ്ലാനിങ്ങിലേക്ക് തുടങ്ങി. 5 വർഷം, 10 വർഷം, 50 വർഷം മുന്നോട്ടൊക്കെ ചിന്തിച്ച് തുടങ്ങി. പക്ഷേ ഇന്ത്യ നേരെ തിരിച്ചായിരുന്നു. ഇന്ത്യ പൊളിറ്റിക്സ് ചേഞ്ച് അനുസരിച്ചാണ് പോളിസികൾ ഓരോന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ചൈന പോളിസി എല്ലാം മാറ്റിയത് ഡയറക്ഷൻ മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ഗൂഗിൾ മാപ്പുകൾ തുറന്ന് നോക്കിയാൽ പോലും കാണാം, ചൈനയിൽ പുതിയ നഗരങ്ങൾ പിറന്നതായിട്ട് കാണാം. ഹൈവേസ്, ബുള്ളറ്റ് ട്രെയിൻസ്, മെഗാ പോർട്സ്. ഒരു ജനറേഷൻ മാറുന്നതിന് മുമ്പേ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ രീതി. ചൈന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഫ്യൂച്ചർ എക്കണോമി എന്തായിരിക്കും? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്. അതായിരുന്നു ചൈനയെ മാറ്റിമറിച്ചത്. അതിനാൽ ലോകത്തിലെ ഫാക്ടറി ആയി മാറാൻ അവർ തീരുമാനിച്ചു. 1990കളിൽ ലോക കമ്പനികൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിച്ചു. ചൈന തുറന്നു വാതിലുകൾ. ചീപ്പ് ലേബറുകൾ, അതുപോലെ ഫാസ്റ്റ് അപ്രൂവൽ, ഗവൺമെൻറ് സപ്പോർട്ട്. ആപ്പിൾ, നൈക്ക്, സാംസങ് തുടങ്ങി എല്ലാവരും ചൈനയിലേക്ക് പോയി. എല്ലാ വൻകിട കമ്പനികളും ചൈനയിലേക്ക് പോയി. ഇത് ഒരു ബിസിനസ് മാത്രമല്ലായിരുന്നു, ടെക്നോളജിയുടെ ട്രാൻസ്ഫർ കൂടിയായിരുന്നു. അവർ സ്ലോലി മാനുഫാക്ചറിങ് മാസ്റ്റേഴ്സായി മാറി. ഇന്ത്യ അതേസമയം സർവീസ് എക്കണോമിയിലാണ് ബിൽഡ് ചെയ്തത്. IT സെക്ടർ ഗ്രോ ചെയ്തു. സോഫ്റ്റ്വെയർ ഔട്ട്സോഴ്സിങ്, ടാലൻ്റ് ആളുകളെ ഹയർ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയുടെ ബ്രെയിൻ പവർ ബിൽഡ് ചെയ്തു. ചൈന മെഷീൻ പവറാണ് കൂടുതൽ ബിൽഡ് ചെയ്തത്. ഇരുവർക്കും സ്ട്രെങ്ത്ത് രണ്ടും വേറെയായിരുന്നു. ചൈനയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സീക്രട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് അവരുടെ സ്പീഡാണ്. ഒരു റെയിൽവേ പ്രോജക്റ്റ് ഇന്ത്യയിൽ തുടങ്ങണമെങ്കിൽ 10 വർഷം എടുക്കും. പക്ഷേ ചൈനയിലാണെങ്കിൽ 2 വർഷം മതി. കാരണം അവരുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ഒരു ഡിബേറ്റ് വളരെ കുറവാണ്, പക്ഷേ എക്സിക്യൂഷൻ വളരെ പെട്ടെന്ന് അവർ നടത്തും. പക്ഷേ സ്റ്റോറി ഇതിലൊന്നും അവസാനിക്കുന്നില്ല. 2008 ലോക സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ മിക്ക രാജ്യങ്ങളും സ്ലോ ആയി. ചൈന പക്ഷേ നേരെ തിരിച്ചായിരുന്നു. മാസീവ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി. സിറ്റീസ്, എയർപോർട്ട്, ബ്രിഡ്ജസ്, അതുപോലെ ജോബുകൾ ധാരാളം ക്രിയേറ്റ് ചെയ്തു. എക്കണോമി ആക്സിലേറ്റർ ചെയ്തു. ഇന്നത്തെ ചൈനയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിൻ നെറ്റ്വർക്ക് ലോകത്തിലെ ഏറ്റവും വലിയതാണ്. 5G ടെക്നോളജി ലീഡർഷിപ്പ് നോക്കുക, ഇലക്ട്രിക്കൽ വെഹിക്കിൾ റവല്യൂഷൻ നോക്കുക, AI ഡെവലപ്മെൻറ്റ് നോക്കുക. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഓൾമോസ്റ്റ് ക്യാഷ്ലെസ് സൊസൈറ്റി ആയി മാറി. അവർ ഫ്യൂച്ചർ ഇൻഡസ്ട്രീസ് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നു. ചൈനയുടെ മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ഹെവിലി പ്രൊമോട്ട് ചെയ്തു. മില്യൺ ഓഫ് എഞ്ചിനീയേഴ്സ് വരാൻ തുടങ്ങി. റിസർച്ച് ഫണ്ടിങ്ങിന് മാസീവായിട്ടുള്ള കളക്ഷൻ വന്നു തുടങ്ങി. യൂണിവേഴ്സിറ്റിയും അതുപോലെ ഇൻഡസ്ട്രി കണക്ഷനും സ്ട്രോങ് ആക്കി. അതുപോലെ ഇന്നൊവേഷൻ എക്കോസിസ്റ്റം ഒക്കെ ബിൽഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചൈനയുടെ എഡ്യൂക്കേഷനിലൊക്കെ വളരെയധികം വ്യത്യാസം കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം ഇന്ത്യ പിന്നിലാണോ എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ പിന്നിൽ തന്നെ അല്ല. ഇന്ത്യയുടെ മോഡൽ വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ഫ്രീഡം എക്കണോമിയാണ് ഇന്ത്യയുടെ മോഡൽ. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമുകൾ, ഡെമോക്രാറ്റിക് ഇന്നൊവേഷൻ, യങ് പോപ്പുലേഷൻ അഡ്വാൻറ്റേജ്. ഇന്ത്യ സ്ലോ ബട്ട് സ്റ്റേബിളായിട്ട് ഗ്രോത്ത് മോഡൽ പിന്തുടരുന്നു എന്നുള്ളതാണ്. ചൈന ഫാസ്റ്റായിട്ട് ഗ്രോത്ത് നേടി, പക്ഷേ ചാലഞ്ചസുകൾ ഒരുപാടുണ്ട്. ഡിബേറ്റ് പ്രഷർ, ഗ്ലോബൽ പൊളിറ്റിക്കൽ ടെൻഷൻ, സപ്ലൈ ചെയിൻ ഷിഫ്റ്റ്. അതേസമയം ഇന്ത്യ ഡെമോഗ്രാഫി അഡ്വാൻറ്റേജ് എൻജോയ് ചെയ്യുന്നതും കാണാൻ സാധിക്കും. വേൾഡ് കമ്പനീസ് ആൾട്ടർനേറ്റീവ് മാനുഫാക്ചറിങ് ബേസായി ഇന്ത്യയെ നോക്കുന്നു. ഇപ്പോൾ റിയൽ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ ചൈന 50 വർഷം മുന്നിലാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവർ ഫ്യൂച്ചർ വിഷ്വലൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള എക്സിക്യൂഷനും പ്ലാനുകളൊക്കെ ലോങ് ടൈമിന് വേണ്ടി അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ നമ്മൾ എന്താണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ചൈന നാഷണൽ അംബീഷൻ ബിൽഡ് ചെയ്തു. കൺട്രി ഫസ്റ്റ് എന്ന മൈൻഡ് സെറ്റാണ് അവർ കൊണ്ടുവന്നത്. കളക്റ്റീവ് പ്രോഗ്രസ് കൾച്ചർ, ഇൻഡിവിജ്വൽ സാക്രിഫൈസ് ഫോർ നാഷണൽ ഗ്രോത്ത്. ഇന്ത്യ ഇൻഡിവിജ്വൽ ഫ്രീഡമാണ് കൂടുതലും പ്രാധാന്യം കൊടുത്തത്. അതായത് രണ്ടും നമ്മൾ വ്യത്യാസം അതാണ്. ഒന്ന് കൺട്രിക്ക് പ്രാധാന്യം കൊടുക്കുന്നു, 2 ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുക്കുന്നു. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ ക്രിയേറ്റിവിറ്റിക്ക് സ്ട്രോങ് ഉണ്ടാക്കുന്നു, അതുപോലെ ഇന്നൊവേഷൻ ഓർഗാനിക് ആക്കുന്നു, ഡൈവേഴ്സിറ്റി സ്ട്രോങ് ആക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും.
നമ്മളുടെ ചോദ്യം എന്താണ്, ഇനി ഇന്ത്യ അല്ലെങ്കിൽ നെക്സ്റ്റ് 20 വർഷം കഴിയുമ്പോൾ എന്താകും എന്നാണ്. എക്സ്പെർട്ടുകളൊക്കെ പറയുന്നത് വേൾഡ് എക്കണോമി ഏഷ്യൻ സെൻറ്റേഡ് ആകുമെന്നാണ്. ഇന്ത്യയും ചൈനയും ഡുവൽ പവർ സിസ്റ്റമാണ്. കോമ്പറ്റീഷൻ, ടെക്നോളജി, ട്രേഡ്, ഇൻഫ്ലുവൻസ് മേഖലയിൽ എല്ലാം. പിന്നെ വാറില്ല. എക്കണോമിക്കിൽ വളരെയധികം പുരോഗമനം ഉണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഗ്രീൻ എനർജി, സ്പേസ് ടെക്നോളജി, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, ഇവയാണ് ഫ്യൂച്ചർ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത്. ചൈന ഓൾറെഡി ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. ഇന്ത്യ ഇപ്പോൾ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ലെസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യങ്ങളുടെ വിജയം ലക്കല്ല എന്നുള്ളതാണ്. അവരുടെ വിഷനും അതുപോലെ കൺസിസ്റ്റൻസിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അത് തീരുമാനിക്കേണ്ടത്. ഒരു ജനറേഷൻ സാക്രിഫൈസ് ചെയ്താൽ അടുത്ത ജനറേഷൻ ബെനിഫിറ്റ് നേടും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ചൈന അത് ചെയ്തു. ഇപ്പോൾ ഇന്ത്യയും അതേ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം 2 മോഡലുകൾ പഠിക്കുന്നു. ഒന്ന് ചൈനീസ് എഫിഷ്യൻസിയും, 2 ഇന്ത്യൻ ഡെമോക്രസിയും. ഫ്യൂച്ചറിൽ ആരാകും ഏറ്റവും വിന്നർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ല, 2 വ്യത്യസ്തമായ വഴികളിലൂടെ ലോകത്തെ ഷേപ്പ് തന്നെ മാറ്റുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കോമ്പറ്റീഷൻ മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു സിവിലൈസേഷൻ സ്റ്റോറിയാണ്. 2 പുരാതന സംസ്കാരങ്ങൾ വീണ്ടും ഗ്ലോബൽ സ്റ്റേജിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു കഥ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവസാനം ഒരു ചിന്ത നിങ്ങൾക്ക് രൂപപ്പെട്ടിട്ടുണ്ടാവും. ഹിസ്റ്ററി സ്ലോ ആയി എഴുതപ്പെടുന്നു, പക്ഷേ ചേഞ്ച് വളരെ സഡൻലി കാണാൻ സാധിക്കും. ഇത് നമ്മൾ കാണുന്നത് 21ാം നൂറ്റാണ്ടിൻ്റെ പവർ ഷിഫ്റ്റാണ്. വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെ ഇന്ത്യയും ചൈനയും അതിൻ്റെ കേന്ദ്രത്തിൽ കാണാൻ സാധിക്കും. അടുത്ത 30 വർഷം ലോകത്തിൻ്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് ഈ 2 രാജ്യങ്ങളുടെ യാത്ര തന്നെ ആയിരിക്കാം എന്നാണ്. ഇതിൻ്റെ അവസാനം നമുക്ക് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? ചൈനയാണോ ഇന്ത്യയാണോ മുന്നിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% പറയാൻ സാധിക്കും ചൈന തന്നെയാണ്. കാരണം അവർ 0-ൽ നിന്ന് തുടങ്ങി ഇന്ന് ഏറ്റവും നമ്പർ 1 രാജ്യങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചൈന എന്ന് പറയുന്നത്. 50 വർഷം മുന്നിൽ തന്നെയാണ് ചൈനയുടെ ഓരോ രീതികളും നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതേസമയം ഇന്ത്യയെ എടുക്കുമ്പോൾ വളരെ വ്യത്യാസമാണ്. പക്ഷേ ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ ചൈനയെക്കാളും മുൻപന്തിയിൽ ഇന്ത്യ തന്നെയാണ് കാണാൻ സാധിക്കും. പക്ഷേ ടെക്നോളജി ആയിക്കോട്ടെ, മറ്റ് ബിസിനസ് പരമായിക്കോട്ടെ, ഏത് കാര്യത്തിലായാലും ചൈന വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ സാധിക്കും. കാരണം അവരുടെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ അവരുടെ വേഗത എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 50 വർഷം അല്ലെങ്കിൽ 100 വർഷം പിന്നിലാണെങ്കിൽ അവർ 50 വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇന്ത്യയും ഇതേ രീതിയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എത്രത്തോളം ആ രീതിയിൽ ചൈനയുടെ ഒപ്പം നമുക്ക് കിടപിടിക്കാം എന്ന് അറിയിക്കില്ല. സോ നമുക്കും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം.